പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് അസോസിയേഷൻ MP ഹൈബീഡൻ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷനിലാണ് അസോസിയേഷൻ അംഗങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അംഗങ്ങളുടെ മക്കളിൽ MBBS +2 SSLC പരീക്ഷകളിലും കലാകായിക രംഗത്ത് മികവ് തെളിയിച്ചവർക്കും വേദിയിൽ ആദരവ് നൽകി. മത്സ്യവ്യാപാരി സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മത്സ്യം കയറ്റി പോകുന്ന വാഹനങ്ങൾ റോഡിൽ മലിനജലം ഒഴുക്കുന്നു എന്ന പേരിൽ വ്യാപകമായി വൻ തുകകൾ പിഴയായി ഈടാക്കുകയാണെന്നും വാഹനങ്ങളിൽ സംഭരിക്കുന്ന മലിനജലം ഒഴിവാക്കാൻ നിശ്ചിത കേന്ദ്രങ്ങളിൽ ഡിസ്ചാർജ് പോയിന്റുകൾ സ്ഥാപിച്ചാൽ ഇതൊഴിവാക്കാൻ കഴിയുമെന്നും കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി. മൊത്തവ്യാപാര കേന്ദ്രങ്ങളിൽ ശുചിമുറികളും വിശ്രമ കേന്ദ്രങ്ങളും ഒരുക്കുക, മത്സ്യവ്യാപാരികളെയും കുടുംബത്തെയും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, മത്സ്യവിപണന രംഗത്ത് ഉപയോഗിക്കുന്ന ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും ബോക്സ്, ഫ്രീസർ തുടങ്ങിയ അനുബന്ധ ഉപകരണങ്ങൾക്കും സബ്സിഡി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ഉന്നയിച്ചു. രംഗനാഥ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന കൺവെൻഷൻ MP ഹൈബി ഈഡൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട പല പദ്ധതികളും, കേന്ദ്ര സർക്കാരിന്റെ സഹായം ലഭിക്കേണ്ട പല പദ്ധതികളിലും സംസ്ഥാന സർക്കാർ പ്രൊജക്റ്റ് കൊടുത്തിട്ടില്ല. ഒരുപാട് മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട്, പോർട്ടുമായി ബന്ധപ്പെട്ട്, ഹാർബറുമായി ബന്ധപ്പെട്ട് ആധുനികവൽക്കരിക്കപ്പെടേണ്ട, നവീകരിക്കപ്പെടേണ്ട ഒരുപാട് പദ്ധതികൾ, അതിൻ്റെ റിവ്യൂ നോക്കിയപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. MPക്ക് ഒരിക്കലും ഡയറക്റ്റ് ശുപാർശ കൊടുക്കാൻ പറ്റില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് മുഖാന്തരം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരേണ്ട പദ്ധതികൾ സമയബന്ധിതമായി എത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. CRZ തീരദേശ പരിപാലന നിയമം അറിയാത്ത ആരും ഇവിടെ ഉണ്ടാവും തോന്നുന്നില്ല. തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന ഗവൺമെൻറ് കേരള കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി കൊടുക്കേണ്ട ഫൈനൽ ഡ്രാഫ്റ്റും റിപ്പോർട്ടും ഇതുവരെ കൊടുത്തിട്ടില്ല. CRZ 3-ൽ നിന്ന് 2-ലാകുന്ന പഞ്ചായത്തുകളുണ്ട്. കേരളത്തിൽ 66 പഞ്ചായത്തുകൾ 3-ൽ നിന്ന് 2-ലേക്കായി എന്നുള്ള നോട്ടിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലോ പുഴയോ കടലോ അതിൻ്റെ തീരത്ത് നിന്ന് 20 മീറ്റർ മാറി നമുക്ക് വീട് പണിയാൻ പറ്റും. അത് നേരത്തെ 50 മീറ്റർ ആയിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പരിവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള CRZന്റെ പ്രഖ്യാപനവും വൈകാനുള്ള കാരണം സംസ്ഥാന ഗവൺമെൻറ് സമയബന്ധിതമായി ഇതിൻ്റെ റിപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടിട്ടാണ്. തീരദേശ പരിപാലന നിയമം ഉൾപ്പെടെ മത്സ്യമേഖലയിലെ വിവിധ പദ്ധതികൾക്ക് സംസ്ഥാന സർക്കാർ യഥാസമയം ആവശ്യമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കാത്തത് മൂലമാണ് കേന്ദ്ര സഹായം വൈകുന്നതെന്നും MP പറഞ്ഞു. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് CM ഷാഫി അധ്യക്ഷത വഹിച്ചു. കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ പ്രിയ പ്രശാന്ത്, ഭാരവാഹികളായ K മുഹമ്മദ് കുഞ്ഞി, KC അബ്ദുള്ള, TP ഖാലിദ്, PH റഹീം, K മുഹമ്മദ് അലി, P റഫീഖ്, K അബ്ദുൽ മജീദ്, സംഘാടക സമിതി ചെയർമാൻ KT ഡെനീഷ്, കൺവീനർ PK നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളിൽ MBBS +2 SSLC പരീക്ഷകളിലും കലാകായിക രംഗത്തും മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. വിദേശ രാജ്യങ്ങളിലെ കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം കമ്പനികളിലേക്ക് പ്രോസസ്സിങ്ങിന് പോലും എത്തിക്കുന്നത് മത്സ്യ ഫിഷ് മില്ലുകളിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്, ഉൽപ്പന്നം കൊണ്ടുപോകുന്നത്, ഇങ്ങനെ മത്സ്യമേഖലയിലെ നാനാവിധങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നത് മത്സ്യവ്യാപാരികളാണ്. എന്നാൽ ആ മത്സ്യവ്യാപാരികളെ ഈ കേരളത്തിലെ ഒരൊറ്റ ഹാർബറുകളിലുള്ള മാനേജ്മെൻറ്റ് സൊസൈറ്റിയിലും അംഗങ്ങളാക്കിയിട്ടില്ല. കേരളത്തിൽ കഴിഞ്ഞ വർഷം ഒരു മത്സ്യ ബില്ല് സംസ്ഥാന ഗവൺമെൻറ് അംഗീകരിക്കുകയുണ്ടായി. ആ മത്സ്യ ബില്ലിലും പ്രദാനം ചെയ്യുന്ന മാർക്കറ്റ് മാനേജ്മെൻറ്റ് സൊസൈറ്റികളിലും മത്സ്യവ്യാപാരികളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. അതെല്ലാം ഉൾപ്പെടുത്താൻ മന്ത്രി നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പറവൂർ. ചൈനീസ്, മലായി, സ്പാനിഷ്, അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിലെ തീരത്തിന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.